2013 ഡിസംബർ 19 വലിയ അവകാശവാദങ്ങളില്ലാതെ പതിവ് മോഹൻലാൽ ചിത്രങ്ങളുടെ ആവേശ പൊലിമയില്ലാതെ ഒരു കൊച്ചു സിനിമ തിയേറ്ററുകളിലെത്തി. ആദ്യ പ്രദർശനത്തിന് ഹൗസ്ഫുൾ ബോർഡുകൾ ഉണ്ടായിരുന്നില്ല, ആരാധകരുടെ കുത്തൊഴുക്കും കണ്ടില്ല. പക്ഷെ ദിവസങ്ങൾക്കകം കേരളക്കര സാക്ഷ്യം വഹിച്ചത് ചരിത്രത്തിന്റെ മാറ്റിയെഴുതലിനായിരുന്നു. വാക്കുകൾക്കപ്പുറം ഒരു വിസ്മയമായി ആ ചിത്രം വളർന്നു. തൊടുപുഴക്കാരൻ ജോർജ് കുട്ടിയും അയാളുടെ കുടുംബവും മലയാള സിനിമയുടെ ആഗോള മേൽവിലാസമായി മാറി. അതെ, ദൃശ്യം ഒരു സിനിമയല്ല, അതൊരു വികാരമായി മാറി. ജോർജ് കുട്ടിയുടെ ബുദ്ധി തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ഒടുവിൽ ചൈനീസ് ഭാഷയിൽ വരെ തെളിയിച്ചു. 8 വർഷങ്ങൾക്കിപ്പുറം 2021 ദൃശ്യം 2 വന്നപ്പോഴും പ്രവചനങ്ങൾക്കപ്പുറം ജോർജ് കുട്ടിയുടെ ക്രിമിനൽ മൈൻഡിന് മുന്നിൽ പ്രേക്ഷകർ അമ്പരന്നുപോയി. പോലീസിനെയും നിയമ സംവിധാനത്തെയും ഒരുപോലെ വിറപ്പിച്ച ആ 4ാം ക്ലാസ്സുകാരൻ ഇപ്പോൾ വീണ്ടും വരികയാണ്. ഭൂതകാലം ഒരിക്കലും നിശബ്ദമല്ല എന്ന വാക്കുകളോടെയാണ് മോഹൻലാൽ ഈ 3ാം ഭാഗത്തിന്റെ വരവറിയിച്ചത്. പക്ഷെ ഇത്തവണ വെല്ലുവിളികൾ കഠിനമാണ്. മലയാളത്തിലെ ക്രൈം ഡ്രാമകൾക്ക് ദൃശ്യം വെച്ചു നീട്ടിയ ആ വലിയ ബെഞ്ച് മാർക്കിനെ മറികടക്കാൻ ജിത്തു ജോസഫിന് കഴിയുമോ? പ്രേക്ഷകരുടെ ഓരോ അനുമാനങ്ങളെയും തച്ചുടച്ച ആ ക്രിമിനൽ ബുദ്ധിക്ക് പുതിയ കാലത്തിന്റെ സാങ്കേതിക വിദ്യകളെ അതിജീവിക്കാൻ കഴിയുമോ? ഒരൽപ്പം വിന്റേജ് ലുക്കിൽ തന്റെ കുടുംബത്തിന് കാവലായി നിൽക്കുന്ന ജോർജ് കുട്ടിയെ കാണാൻ ആരാധകർ കാത്തിരിക്കുമ്പോൾ ബാക്കിയാവുന്നത് ഒരേ ഒരു ചോദ്യം മാത്രം: ഇത്തവണ ജോർജ് കുട്ടി കുടുങ്ങുമോ? വരുൺ കേസിലെ പുനരന്വേഷണം തനിക്ക് നഷ്ടപ്പെട്ട നീതിക്കായി പായുന്ന ഗീതു പ്രഭാകർ, വിരൽത്തുമ്പിൽ നിന്ന് വഴുതിപ്പോയ ആ ക്ലാസിക് ക്രിമിനലിനെ വേട്ടയാടാൻ ഉറച്ചിറങ്ങുന്ന ബാസ്റ്റിൻ IPS, ഏത് നിമിഷവും ഗേറ്റ് കടന്നെത്തിയേക്കാവുന്ന പോലീസ് ജീപ്പിന്റെ ശബ്ദം കാതോർത്ത് ഭീതിയോടെ ഇരിക്കുന്ന റാണിയും അഞ്ജുവും, രഹസ്യങ്ങൾ തന്നോടൊപ്പം മണ്ണിൽ അലിഞ്ഞു ചേരുമെന്ന് പ്രഖ്യാപിച്ചിട്ടും ഓരോ നിമിഷവും പോലീസ് ബുദ്ധിയെ അതിജീവിക്കാൻ ശ്രമിക്കുന്ന ജോർജ് കുട്ടി, ഇരയും വേട്ടക്കാരനും ഒരേപോലെ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ, കുടുംബത്തിനായി ഏതറ്റം വരെയും പോകാൻ മടിക്കാത്ത ഒരു സാധാരണക്കാരന്റെ പോരാട്ടം, ഇതൊക്കെയാണ് ദൃശ്യത്തെ മറ്റു ത്രില്ലറുകളിൽ നിന്ന് വേറിട്ട് നിർത്തുന്നത്. ജോർജ് കുട്ടിയുടെ അടുത്ത നീക്കം എന്തായിരിക്കും? നിയമത്തിന്റെ കൈകൾ അയാളുടെ കഴുത്തിൽ മുറുകുമോ? അതോ ഇത്തവണയും അയാൾ അദൃശ്യനായി രക്ഷപ്പെടുമോ? ആകാംക്ഷയുടെ മുൾമുനയിൽ പ്രേക്ഷകരെ നിർത്തിക്കൊണ്ട് ഈ ഏപ്രിലിൽ ജോർജ് കുട്ടി തന്റെ നീക്കങ്ങൾ തുടങ്ങും.